ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധാനീസ് കിച്ചൻ. ഇന്ന് ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ 2 തരം ഡേറ്റ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഫ്രഷ് ഡേറ്റ്സ് ആയിട്ട് കാണിക്കുന്നത്. ഒന്ന് ഇതേപോലെ യെല്ലോ കളറിലെ ഡേറ്റ്സ് ആണ്. അപ്പോൾ അത് ഇത് ഇങ്ങനെ പഴുക്കുന്നതിന് മുന്നേ ഉള്ള കളറാട്ടോ ഈ യെല്ലോ കളറിൽ. അത് കുറച്ച് പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്കാണ് വരുന്നത്. അധികം ഡാർക്ക് കളറിലായിരിക്കില്ല, ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടാണ് കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ പഴുത്ത ഈത്തപ്പഴം ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാട്ടോ. അപ്പം ഇതിൻ്റെ ഉൾഭാഗവും അതുപോലെ അധികം ഡാർക്കല്ല, കുറച്ച് ലൈറ്റ് കളറായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി അധികം പഴുക്കാത്ത ഈ മഞ്ഞ കളറിലെ അധികം പഴുക്കാത്തത് ഞാൻ കാണിച്ചു തരാം. അത് ഇതുപോലെ തന്നെയാണ്. ഇതിന് കഴിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു കറച്ചൊയ ഉണ്ടാവും, കറ ചുവയ്ക്കുന്ന പോലെ ഉണ്ടാവും. ഇനിയുള്ളത് റെഡ് കളറിലെ ഈത്തപ്പഴമാണ്. അപ്പോൾ അതും ഇതേപോലെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടതാണ്. അപ്പോൾ ഇത് ഇതേപോലെ നല്ല ഡാർക്ക് കളറിൽ, നല്ല പഴുക്കുന്നതിന് മുന്നേ ഇതുപോലെ നല്ല റെഡ് കളറായിരിക്കും. പഴുത്ത് കഴിയുമ്പോഴാണ് ഇതിനകത്തും നല്ല ഡാർക്ക് കളറിൽ നല്ല ബ്ലാക്ക് കളർ പോലെ വരും. ഇതിപ്പം അധികം പഴുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ഞാനിതുപോലെ പൊട്ടിച്ചിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് കാണിച്ചു തരാം, മുറിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു സീസണിൽ ഇത് UAE ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണിപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കഴിക്കുമ്പോൾ ഇതിന് നല്ല ഒരു കറ ചുവയ്ക്കും, എന്നാലും നല്ല മധുരമൊക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനൊക്കെ. ഇനി ഇതേപോലെയുള്ള ഈ റെഡ് ഈത്തപ്പഴം തന്നെ നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, ഡാർക്ക് ബ്ലാക്ക് കളറിലാണ് വരിക. നല്ല മധുരമായിരിക്കും ഇത് ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ. ഈ ഫ്രഷ് ഡേറ്റ്സ് നന്നായി കഴിക്കാൻ നമ്മൾ സാധാരണ ഉണക്കിയിട്ടല്ലേ സാധാരണ കിട്ടുന്നത്. പക്ഷേ ഈ ഈത്തപ്പഴം ഇങ്ങനെ ഫ്രഷായിട്ട് പഴുത്ത് കഴിക്കുമ്പം നല്ലൊരു മധുരമൊക്കെയാണ്. ഇനി ഈ പഴുത്ത റെഡ് ഈത്തപ്പഴം ഇതേപോലെ ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അതിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ യെല്ലോ ഈത്തപ്പഴവും ഈ റെഡ് ഈത്തപ്പഴവും പഴുത്ത് കഴിഞ്ഞാലുള്ള വ്യത്യാസം ശരിക്കും മറ്റേ യെല്ലോ ഈത്തപ്പഴം ഒരു ലൈറ്റ് ബ്രൗൺ ആയിരിക്കും. ഇത് കുറച്ച് ഡാർക്ക്, ഈ റെഡ് കളറ് കുറച്ച് ഡാർക്ക് ബ്ലാക്ക് കളറിലേക്കായിരിക്കും ഇത് വരിക, ഇത് മുറിച്ച് കഴിയുമ്പോൾ, പഴുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയും വീണ്ടും കാണാം. അതുവരേക്കും ബൈ.